ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയക്കകത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയം ഇങ്ങനെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. ഞാൻ പേരൊന്നും പറയുന്നില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും അവർ ചെയ്യുന്നത് തന്നെയാണ് ഞാൻ റിപ്പീറ്റായിട്ട് ചെയ്യുന്നത്. സംഭവം നിങ്ങൾക്ക് അറിയായിരിക്കും. ഒരു വളരെ പേഴ്സണൽ വിഷയമാണ് ഒരു കണ്ടന്റ് ക്രിയേറ്ററിൻ്റെ. ഞാൻ ഇത് വിഷയം പറയാൻ കാരണം എന്താണെന്ന് പറയും. പേഴ്സണൽ ഞാൻ റിയാക്ട് ചെയ്യാതെ ഇപ്പോൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ട് തന്നെ ഒരുപാട് മാസങ്ങളായി. പക്ഷേ ഞാൻ ഇപ്പോൾ ഇത് കണ്ടപ്പോൾ പക്ഷേ ഇത് ഓവറായപ്പോൾ എനിക്ക് തോന്നി എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയണമെന്ന്. ഇത് ഭയങ്കര മോശമാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ ഞാൻ നോക്കിയപ്പോൾ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നത് ഓക്കെ, അവരുടെ ജോബാണ്, അവർ കണ്ടന്റ് കിട്ടുന്നത്, ഒരു വീഡിയോ ഒക്കെ ചെയ്ത് പോകുന്നവർ ഓക്കെ എന്ന് ഞാൻ പല പ്രമുഖ ക്രിയേറ്റേഴ്സും ചെയ്യുന്നുണ്ട്. ഞാനൊക്കെ പുതിയ ചാനൽസ് ഉൾപ്പെടെ തുടങ്ങിയിട്ട് ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കാര്യങ്ങൾ ഡെയിലി വീഡിയോ ഇടുന്ന ചാനലുടെ ഇതൊരു പേഴ്സണൽ വിഷയമാണ്. നിങ്ങൾക്ക് കുറച്ച് കോമൺ സെൻസ് ഉണ്ട്. പേഴ്സണൽ വിഷയമാണ് ഒരാളുടെ. അതിന് നിങ്ങൾ വീഡിയോസ് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഞാൻ വീണ്ടും പോസ്റ്റ് ചെയ്യാം, എന്റെ ചാനലിൽ വരും, നിങ്ങൾ കാത്തിരിക്കും. ഇത് എന്തോ എപ്പിസോഡായിട്ട് കാണിക്കാനായിട്ട് ഒരുത്തരം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യത്തിനെ എടുത്തിട്ട് നിങ്ങൾ അതിനെ വിൽക്കുന്നത് ആ പോട്ട് ഒരു മര്യാദയോടെങ്കിലും വിൽക്കടായി. ഇത് ഭയങ്കര ഒരു മോശം കൾച്ചർ ആയിപ്പോട്ടെ. അത് മനുഷ്യന്റെ ഒരു പേഴ്സണൽ വിഷയത്തിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നൊന്നുമില്ല. അതിനങ്ങനെ എടുത്ത് എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് അതിനെ പൈസ ആക്കണം, നിങ്ങൾക്ക് കണ്ടന്റ് ഉണ്ടാക്കണം, നിങ്ങൾക്ക് റീച്ച് ആക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് മാത്രമേ ഇപ്പോൾ പ്രമുഖന്മാരുൾപ്പെടെ ഞാൻ പറഞ്ഞേട്ടാ. പ്രമുഖന്മാരും ഉണ്ട്. നമ്മളെ പേഴ്സണലി അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ട് ഇത്രയും വലിയ ട്രാജഡി ലൈഫ് സംഭവിക്കുമ്പോൾ നമ്മൾ അത് ഒരിക്കലും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കത്തില്ല. നമ്മൾ ട്വിസ്റ്റഡ് ആയിട്ടുള്ള മൈൻഡുള്ള ആളല്ലാതെ അല്ല എത്ര വെളുപ്പിച്ചാലും അല്ലാതെ ഒരിക്കലും നമ്മളത് ശ്രമിക്കില്ല. പേഴ്സണലി നമ്മുടെ അടുത്ത സുഹൃത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരിക്കലും അത് ചെയ്യില്ല. കൂടെ ഈ സാധനം എക്സ്ക്ലൂസീവ് ആയിട്ട് എത്തിക്കണമല്ലോ. സോ അതിന് വേണ്ടിയാണ് ഈ സാധനം ചെയ്യുന്നത്. ഇത് എത്ര എണ്ണം നിങ്ങൾ ഒരു വീഡിയോ 2 വീഡിയോ ഒക്കെ ചെയ്ത് നിർത്തുന്ന കണക്കല്ല. ഇത് സീരീസ് പോലെ ഇതിൽ ഇങ്ങനെ റിപ്പീറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. റിപ്പീറ്റായിട്ട് കണ്ടന്റ് നാളെ മറ്റന്നാൾ അതിൻ്റെ പറ്റുന്ന അത് വെച്ച് ജീവിക്കുന്ന എല്ലാം കണ്ടന്റായി മാറി. ഇതിന്റെ സത്യാവസ്ഥ എന്തെന്ന് അറിയില്ല, ഇതിന്റെ റിയാലിറ്റി എന്തെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. ഇത് ഇനി ഈ പറയുന്ന വ്യക്തികളെ വിളിച്ച് ശല്യപ്പെടുത്തുന്നുണ്ടോ പോലും അറിയത്തില്ല. ഇത് വെറുതെ ഇതാണെന്നുള്ളത് അവർ തന്നെ വന്ന് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവർ തുറന്ന് പറയാനൊരു അവസരം കൂടി. ഇതൊരു ട്രാജഡിയാണ്. ട്രാജഡീനെ എടുത്ത് നിങ്ങൾ കണ്ടന്റ് ആക്കുന്നത് എത്ര വിവരമുണ്ട്. സിവിക് സെൻസ് ഇല്ല, കോമൺ സെൻസും ഇല്ല.